പലരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വളരെ ആക്റ്റീവായിട്ട് ഉറങ്ങി എഴുന്നേൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് തുമ്മൽ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഫുൾ ടയേർഡായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു ഡേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. തുമ്മലൊരു നമ്പറോ കൺട്രോൾ ഇല്ലാത്ത എണ്ണം തുമ്മി, അതോടൊപ്പം തന്നെ പിന്നീട് തലവേദന വരിക, പിന്നെ ക്ഷീണമായിരിക്കും. പിന്നെ ഡോക്ടർ ഇത് ജീവിക്കാൻ തന്നെ പ്രയാസം തോന്നുന്ന അവസ്ഥ. നമ്മളൊക്കെ ആലോചിക്കും ബുദ്ധിമുട്ട് വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ചെറിയൊരു അലർജി വരുന്ന സമയത്ത് ഇത്രമാത്രം പ്രയാസം ഉണ്ടാവും. നിങ്ങളെ ലൈഫിൽ പനി വരുന്ന സമയത്ത് അല്ല ജലദോഷം വന്ന സമയത്ത് തുമ്മൽ വന്നിരുന്നു നിങ്ങൾക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല, കൃത്യമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങളൊരു ലീവ് ഇല്ലാതെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ തുമ്മുന്ന സമയത്ത് തൊട്ടടുത്ത ഒരാളുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അയാൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യേണ്ടി വരും. ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം പ്രഷറോടുകൂടിയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്നീസിങ് വരുമ്പോൾ കാറിൻ്റെ ഉള്ളിലാണ്, മാസ്ക് ഇടും. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾക്കാരാണെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ കോവർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനോട് മനസ്സിലാവും. ഇതേ അവസ്ഥ ഒരു PROന് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണെങ്കിലോ ആ പേഷ്യൻസ് അങ്ങനെയായിരുന്നു. അവർ സ്ഥിരമായിട്ട് PRO ആണ്, അതായത് ഫ്രണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്, അവരാണ് എല്ലാവരും കാര്യങ്ങൾ ചോദിക്കുക. പക്ഷേ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് സ്നീസിങ് തുമ്മലുള്ളപ്പോൾ അവരടുത്ത് വരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഡോക്ടർ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ഭയം. ജോലി മാത്രമാണ് പ്രശ്നം അല്ല ഡോക്ടർ, ലൈഫ് തന്നെ മടുത്തിട്ടുള്ളത്. കാരണം എന്താണ്, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, ഭർത്താവ് കളിയാക്കുകയാണ്, അല്ലെങ്കിൽ മക്കളെ മുന്നിൽ അതിനും ബുദ്ധിമുട്ടാണ്, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ബൈക്കാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒരു തരത്തിൽ, കാരണം ആൾക്കാർ നോക്കുകയാണ്. അപ്പം ഇത് നമുക്ക് കാണുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖം വേറെ ഇല്ല. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എങ്ങനെ നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നാണ്. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അലർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ അലർജി ചെയ്യണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ മെക്കാനിസമാണ്. ബോഡി എന്ത് ചെയ്യാണ്, നമ്മുടെ ഫോറിൻ ബോഡീസ് അല്ലെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു അക്രമി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ പിടിച്ച് പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ പറഞ്ഞ അലർജി. അത് നോർമലി നല്ല മെക്കാനിസം തന്നെയാണ്. പക്ഷേ അത് എല്ലാ സമയത്തും ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുദ്ധം പ്രതിരോധം എന്നൊക്കെ പറഞ്ഞ് ചെറിയ അടിക്ക് തിരിച്ചടി കൊടുക്കണതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു യുദ്ധം എന്നുള്ള ഘട്ടത്തിലേക്ക് നിരന്തരം മിസൈലും കാര്യങ്ങളും വായിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ രാജ്യം സാമ്പത്തികമായിട്ട് തകരും. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല, മൊത്തത്തിൽ അരക്ഷിതാവസ്ഥയിലേക്ക് മാറും, ഭക്ഷ്യക്ഷാമം. അതുപോലെ ഈ തുടർച്ചയായിട്ട് തുമ്മുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും മാറ്റിയിട്ട് അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കും. ബോഡി ഹാപ്പിയാണ്, കാരണം എന്താ, ഒരാളും ഉള്ളിലേക്ക് കയറില്ല രോഗാണുക്കൾ. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതികഠിനമായിരിക്കും മുന്നോട്ടുള്ള പോക്ക്. അപ്പം ഇതാണ് അലർജിയുടെ ബേസിക് റീസൺ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമുക്ക് ഉണ്ടാക്കുന്ന കാരണക്കാരൻ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് അലർജി. 2 ടൈപ്പാണ്, അത് നമ്മൾ ആദ്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാ അലർജിയും ഒരുപോലെ അല്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ മെഡിസിൻ എഫക്റ്റ് വരാത്തതിൻ്റെ കാരണം. 2 തരത്തിൽ. ചില ആൾക്കാർക്ക് റണ്ണിങ് നോസ്, അതായത് മൂക്കിൽ ഇങ്ങനെ ടാപ്പ് തുറന്നിട്ടതുപോലെ ഫുൾ ടൈം ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും. പിന്നീട് അവർക്ക് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ ഹെഡ് ഏക്ക് ഉണ്ടാവില്ല. ആ ടൈപ്പ് അലർജിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഹെഡ് ഏക്ക് ഉണ്ടാവില്ല, പക്ഷെ ഒരു ഹെവിനെസ് ഉണ്ടാവും, തലക്കൊരു കനോ ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും. മറ്റേ ടൈപ്പ് എന്താണ്, ഈ റണ്ണിങ് നോസ് കുറവായിരിക്കും, ചെറിയ സമയത്ത് മാത്രം വന്നു പോകും, പക്ഷെ ഭയങ്കര ഹാർഡായിരിക്കും, സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ തുമ്മലും നേരത്തെ പറഞ്ഞ എന്താണ് കേസിന്, തുമ്മൽ തുടർച്ചയായിട്ട് ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മറ്റേ അലർജിക്ക് എന്തായിരിക്കും, തുമ്മും ആ സമയത്ത് നമ്പേഴ്സ് കുറവായിരിക്കും, ഒരു 3-4 ടൈംസ് അല്ലെങ്കിൽ വൈകിട്ട് ഈവനിങ് ഒക്കെ ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസം. ഈ 2 വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും. രണ്ടാമത്തെ കാരണം എന്താണ്, ഈ അലർജി എങ്ങനെ നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അലർജിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അലർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കണ്ണ് ചൊറിച്ചിലുണ്ടാവും, മൂക്ക് ചൊറിയുക, തൊണ്ട ചൊറിയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ തൊണ്ടയിലേക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ കഫ ഇറങ്ങണ പോലത്തെ ഫീലിംഗ് ഉണ്ടാവും. ചില സമയത്തൊക്കെ അങ്ങനെ ചില സമയത്ത് സംസാരിക്കുമ്പോൾ അവരറിയാതെ എന്നൊരു സംശയം ഉണ്ടായിരിക്കും, ഒരു ത്രോട്ട് ഡിസ്കംഫേർട്ട് ഉണ്ടാവും. പിന്നെ ഏത് സമയത്തും തുമ്മലുണ്ടാവും, മൂക്കൊലിപ്പ് ഉണ്ടാവും, റണ്ണിങ് നോസ് ഉണ്ടാവും. ഇതൊക്കെയാണ് അലർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ.
ഇനി ഒരു അലർജി ഈ പറഞ്ഞ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ജീവിതത്തെ ബാധിക്കുന്നത്? അത് നമ്മളിപ്പോൾ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ, ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ റിപ്പീറ്റ് റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ് ആണ്. ഉദാഹരണത്തിന് സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, ഈ പറഞ്ഞ നേസൽ ഡിസ്ചാർജ് ഉണ്ടാവും, പിന്നെ റണ്ണിങ് നോസ്, പിന്നെ നല്ല ബുദ്ധിമുട്ടുകളായിട്ട് തുടർച്ചയായിട്ടുള്ള അറ്റാക്ക്. ഈവൻ പിന്നീട് സെക്കൻഡ് എന്താ വരിക, അത് ചെറുതായിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് ബാഡ് ബ്രീത്തിലേക്ക് പോകും, ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ്, അതായത് ആസ്മയിലേക്ക് പോകും. അലർജിക് ആസ്മ എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വില്ലനാണ്. ചുമ വരിക, പിന്നീട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ, അത് അലർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ്. പിന്നെ ലൈവായിട്ട് നിൽക്കുന്ന സാധനമാണ് ബാഡ് ബ്രീത്ത്. ബാഡ് ബ്രീത്ത് ഉള്ള ഒരു മെജോറിറ്റി ഉള്ള 30 to 45% കേസുകൾ നോക്കുമ്പോഴും അതിൽ ഈ പറഞ്ഞ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ പറഞ്ഞ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് മാറ്റുമ്പോൾ തന്നെ പേഷ്യൻസിൻ്റെ ആ ബുദ്ധിമുട്ട് മാറുകയാണ്. അപ്പോൾ അവരിങ്ങനെ പറയും, ഡോക്ടർ ഞങ്ങൾ ഒരുപാട് പേഷ്യൻസിൻ്റെ അടുത്ത് പോയി, പല്ല് ക്ലീൻ ചെയ്ത്, തൊണ്ട ക്ലീൻ ചെയ്തു, എല്ലാവിധ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഈ പറഞ്ഞ ബാഡ് ബ്രീത്ത് മാറിയിട്ടില്ല. അപ്പോൾ അവർ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, കഫിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഡോക്ടർ കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിശദമായിട്ട് സംസാരിക്കേണ്ട കാരണം ഡോക്ടർ ഈ പറഞ്ഞ ചില സമയത്ത് ഈ പറഞ്ഞ ത്രോട്ടിൻ്റെ ഡിസ്കംഫർട്ട് ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് നമുക്ക് അപ്പോൾ കഫിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ വന്നിട്ടുണ്ട്, ആ പുള്ളിക്ക് കിട്ടാത്ത ടൈപ്പാണ്. അപ്പം അതാണ് ബാഡ് ബ്രീത്ത്. പിന്നീട് ബാഡ് ബ്രീത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പിന്നീട് എന്താണ്, ലൈഫിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണലിലേക്ക് വരുമ്പോൾ, നേരത്തെ പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് ആണ്, പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ തുടർച്ചയായിട്ട് നാസൽ കൺജഷൻ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മൂക്കടയുന്നതുകൊണ്ട്, രാത്രി ഉറങ്ങുമ്പോൾ ചില ആൾക്കാർ ഡോക്ടർ പേടിച്ച് രാത്രി ഉറങ്ങാറില്ല എന്ന് പറയും. അപ്പോൾ ഈ നാസൽ ബ്ലോക്ക് വരുന്നതോടുകൂടി എന്താവും, ഉറക്ക് പ്രോപ്പർ ആവില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ലീപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ശരീരം അതികഠിനമായ ക്ഷീണമായിരിക്കും. രാവിലെ ഇറങ്ങി എണീച്ച് കഴിഞ്ഞാലും പിന്നീട് ഒരു ഉന്മേഷം ഉണ്ടാവില്ല. ഏത് സമയത്തും ഒരു ബാറ്ററി ലോ മൂഡായിരിക്കും, ഒരു ടയർഡ്നെസ് ആയിരിക്കും, ക്ഷീണമായിരിക്കും, അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് മാറും. പിന്നീട് എന്താവും, ഇതോടുകൂടി തന്നെ മൈൻഡ് ചേഞ്ച് ആവും. ഏത് സമയത്ത് ദേഷ്യമായിരിക്കും, ഇമോഷണലായിട്ട് ചേഞ്ച് ആവും, മൂഡ് കംപ്ലീറ്റ് മാറും. പിന്നീട് എന്താ, ആൾക്കാർക്ക് ഇപ്പം ജോലി ചെയ്യുന്ന അല്ലെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പതിയെ ആ ജോലി എന്നുള്ള പരിപാടി മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, ഈ പറഞ്ഞ ബുദ്ധിമുട്ട് അവർക്ക് വരും. ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യുക, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ട് വരും. ഈ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ PR ഒക്കെയാണ്, അവർ പറഞ്ഞാൽ ഡോക്ടർ റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറയും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു മാസക്കാലം നിങ്ങൾ മാസ്ക് ഇടുക, അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഉടനെ എടുക്കുമ്പോൾ ഒരു മനുഷ്യന് മാറ്റം ഉണ്ടോ എന്ന് നോക്കിയാൽ, മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ്, മാസ്കിൻ്റെ ആവശ്യമില്ല, പുള്ളി ധൈര്യമായിട്ട് അവിടെ ഫീൽഡിൽ വർക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കോർണറൈസേഷൻ ചെയ്യപ്പെടും. അതായത് ജോലിക്ക് പോകാതെ ആൾക്ക് തോന്നും, ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും. പിന്നീട് എന്താവും, അത് ഈ പറഞ്ഞ ജോലിയിൽ നിന്ന് ഒഴിവായി പിന്നീട് ഫംഗ്ഷന് പോകാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അയൽവാസികളായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ സോഷ്യലി എന്ത് ചെയ്യും, അവരെ ഡിപ്രസ്ഡ്, മാനസികമായിട്ട് അവരുടെ മൈൻഡും കാര്യങ്ങളും മാറാണ്. അപ്പോൾ അലർജി എന്നുള്ള സാധനം സിമ്പിളായിട്ടുള്ള സാധനം എവിടം വരെ എത്തിയെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ, ആ ഡിപ്രഷൻ്റെ സ്റ്റേജ് വരെ എത്തി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തിയെ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ഗുരുതരമായ വളരെ വൃത്തികെട്ട ഒരു അസുഖമാണ് ഈ പറഞ്ഞ അലർജി. ഇനി നമുക്കെങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ബോഡിയിൽ കഫിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനം സ്ത്രീകളിൽ കണ്ടുവരുന്നത് സമയം തെറ്റിയുള്ള കുളികളാണ്. വൈകിട്ട് കുളിക്കുമ്പോൾ മുടിയിൽ നീരിറങ്ങില്ല, സമയമില്ലാതെ കുളിച്ചിട്ട് മുടി ഉണങ്ങാതെ യാത്ര ചെയ്യുക, പിന്നെ നീർക്കെട്ടായിട്ട് മാറുകയാണ്. പിന്നീട് എന്താണ്, ഫാൻ്റെ നേരെ ചോട്ടിലേക്ക് ഒരേ പൊസിഷനിൽ, ഇപ്പോൾ AC ആണെങ്കിൽ ഫാൻ ആണെങ്കിൽ ഓഫീസിലാണെങ്കിൽ നേരിട്ട് ഒരേ പൊസിഷനിൽ മാത്രം ഇരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അത് ബോഡിയിൽ കഫിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഓഫീസ് പോയതിന് ശേഷമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയെടുക്കുക. റൂമിൽ ബെഡിൽ കിടന്നതിന് ശേഷമാണെങ്കിൽ നേരെ കാറ്റ് കൊള്ളുന്നതിന് പകരം മാറി കിടന്ന് വേറെ പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറിക്കിട്ടും. ഇനി തുടർച്ചയായിട്ട് വരുന്നതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കലോഞ്ചിയുടെ ഓയിൽ അഥവാ കരിഞ്ജീരകത്തിൻ്റെ ഓയിലും ഒരു 1/2 ടീസ്പൂൺ തേരും ഒരു നുള്ള് ചുക്കും അതോടൊപ്പം ഒരു നുള്ള് കുരുമുളകും ചേർത്ത് ഡെയിലി കഴിക്കുക. ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് അലർജിക്ക്. തുടർച്ചയായിട്ട് നമ്മളൊരു 1 month ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഈ കഫിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്ത് കിട്ടും. തുടർച്ചയായിട്ട് 2-3 മാസം കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തുടരാവുന്നതാണ്. മാറ്റം ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൺസൾട്ടിങ് എടുക്കേണ്ടതാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്ക് വളരെ എളുപ്പം മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ സിവിയർ അലർജിക് ആസ്തമ സ്റ്റേജിലുള്ളവരാണെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ഉണ്ടായിരുന്നു, അവർ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പം അത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇപ്പം വിദേശത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1 വീക്കിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ക്ലൈമറ്റ്, തണുപ്പ് കാലത്ത് അലർജിയുടെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും.
അപ്പം അത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർക്ക് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി മേൽ പറഞ്ഞ കാര്യങ്ങൾ, ഇത് അലർജി വരാതെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ അലർജി നിങ്ങൾക്ക് തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അലർജിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൺസൾട്ടേഷനും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. ബൈ.